ഒരു മനുഷ്യന് പ്രണയം എഴുതുമ്പോൾ എനിക്കതിലൊരാളെയും മുറിവേൽപ്പിച്ചുകൊണ്ട് എഴുതാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പ്രണയം എഴുത്തിനകത്ത് ആൾക്കാർ വേദനിക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പോൾ വിഷ്ണുവിനോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഹോമോസെക്ഷലിനെ കുറിച്ചിട്ട്. മറുപുറം മനുഷ്യൻ്റെ ഒരു നിഗൂഢതകളെക്കുറിച്ച്. അഭിരാമം അതൊരു നോവൽ ലെവലിലും ഇതൊരു രണ്ടിലും പ്രണയം. ഞാൻ കേർമിയുടെ വായിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകങ്ങളിലൊന്നാണ് ഖബർ. ഖബറിൻ്റെ അവസാന ഘട്ടം അതിന് കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടി. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഇൻ്റർവെൽ ടോക്സ്. ഐ എം അഫീഫ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ജിസ്മ ഫൈസ് ആൻഡ് വിഷ്ണു അഞ്ചൽ. വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ, പുതിയ പുസ്തകങ്ങൾ, അപ്ഡേറ്റ്സ്? മറുപുറമല്ലേ ജിസ്മയുടെ പുതിയ പുസ്തകം? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത് മറുപുറാണ്. ഇപ്പോൾ ചെറുകഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു ഇയർ ചെറുകഥ ഇറക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. 3 പുസ്തകങ്ങളാണ് എഴുതിയിട്ടുള്ളത്, 3 നോവൽസാണ്. ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്നത് ചെറുകഥകളാണ്. 3 DC ആണോ പബ്ലിക്കേഷൻസ്? ആദ്യത്തെയും 3ാമത്തെയും പുസ്തകം DC ആണ്. 2ാമത്തെ പുസ്തകം മാതൃഭൂമിയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനി ഇറങ്ങാൻ പോകുന്ന കൃതി എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് മറുപുറത്തിൻ്റെ ഉള്ളടക്കം? മറുപുറം മനുഷ്യൻ്റെ ഒരു നിഗൂഢതകളെക്കുറിച്ച്, ജീവിതത്തിൻ്റെ സങ്കീർണതകളെക്കുറിച്ച്, മനുഷ്യൻ്റെ മാനസിക അതിവൈകാരികകളെക്കുറിച്ച് പറയുന്നൊരു പുസ്തകമാണ്. അപ്പോൾ ഒരു ആധികാരികമായിട്ടുള്ള കുറേ മെഡിക്കൽ വശങ്ങളും പാരാസൈക്കോളജിയും അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയൊക്കെയാണ് മറുപുറം സാഹിത്യത്തിലൂടെ തന്നെ സഞ്ചരിക്കുന്നൊരു കൃതിയാണ്. ഏതൊരു മനുഷ്യനും ഒരു മനുഷ്യൻ്റെ ഉള്ളറയിലേക്ക് സഞ്ചരിക്കണമെന്ന് എപ്പോഴും ചിന്തിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് ഒരുപാട് തലങ്ങളുണ്ട്. ഏതൊരു മനുഷ്യനും നമ്മൾക്കറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് തലങ്ങളുണ്ട്. അപ്പം അത്തരം തലങ്ങളിലൂടെ അറിയണമെങ്കിൽ, നമ്മൾ അടുത്തറിയണമെങ്കിൽ തീർച്ചയായിട്ടും അത് സാഹിത്യകൃതികൾക്ക് കൊണ്ടാണ് സാധ്യമാവുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എല്ലായ്പ്പോഴും അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. അത് എഴുതുമ്പോഴും വായിക്കുമ്പോഴൊക്കെ തോന്നും. ഏതൊരു ആർട്ടിനേക്കാൾ, ഏതൊരു ആർട്ട് ഫോമിനേക്കാളും കുറച്ചും കൂടെ തീക്ഷ്ണമായി, തീവ്രമായി ഇത്തരം കാര്യങ്ങളെ നമ്മളോട് ചർച്ച ചെയ്യുന്നത് എപ്പോഴും സാഹിത്യകൃതികൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ തലങ്ങളെക്കുറിച്ചാണ്, മനുഷ്യൻ്റെ അതിവൈകാരികളെക്കുറിച്ചാണ് മറുപുറം സംസാരിക്കുന്നത്. അതായത് മറ്റു പുസ്തകങ്ങളെക്കാളും വളരെ വ്യത്യസ്തമായ. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ 3 പുസ്തകത്തിലും മനുഷ്യരെക്കുറിച്ച് തന്നെ, മനുഷ്യരുടെ ഇത്തരം ഇമോഷൻസിനെ കുറിച്ചാണ് കൂടുതലും പറഞ്ഞിരിക്കുന്നത്. ജീവിതത്തെക്കുറിച്ച്, അവരുടെ ബന്ധങ്ങളെക്കുറിച്ച്, ഏതൊരു ബന്ധത്തിൻ്റെയും മൂല്യങ്ങളെക്കുറിച്ച്, അതിലുള്ള സങ്കീർണതകളെക്കുറിച്ച്, പ്രണയത്തെക്കുറിച്ച്. 3 പുസ്തകത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കൂടുതലും പറഞ്ഞു പോയിട്ടുള്ളത്. വിഷ്ണുവിൻ്റെ പുതിയ പുസ്തകം ഇപ്പം ഒരു നോവൽ കഴിഞ്ഞു, ഇപ്പോൾ ഒരു 1.5 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഒരു പ്രണയങ്ങളെ സംബന്ധിച്ച്, പ്രണയത്തെക്കുറിച്ചുള്ള കുറച്ച് കുറിപ്പുകളുടെ ഒരു സമാഹാരം വരുന്നുണ്ട്. ഇപ്പം ഈ വരുന്ന ജൂലൈയിലായിരിക്കും അതിൻ്റെ പ്രകാശനം നടക്കുന്നത്. പിന്നെ നോവൽ സമാന്തരമായിട്ട് വർക്ക് ചെയ്യുന്നു. നോവൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അതിൻ്റെ ഡ്രാഫ്റ്റൊക്കെ ഇങ്ങനെ മാറ്റി എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. അത് വൈകാതെ തന്നെ നോവലിൻ്റെ രൂപത്തിൽ പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നിലവിലത്തെ വിശേഷം എന്ന് പറയുന്നത് ഓറ ടൈൽസ് എഴുതിയിട്ടുള്ള കുറച്ച് പ്രണയക്കുറിപ്പുകൾ സമാഹരിക്കുന്നുണ്ട്. പ്രണയം കുറച്ച് എല്ലാവരുടെയും പ്രണയം ഒരാളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറയുന്നതുകൊണ്ടൊക്കെ തന്നെ മനുഷ്യൻ്റെ പ്രണയത്തിനപ്പുറമായിട്ട് കുറച്ചും കൂടെ വിശാലമായൊരു ക്യാൻവാസിലേക്ക് പ്രണയത്തെ മാറ്റിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് കുറച്ചുകൂടെ ഒരു ഭ്രാന്തൻ ചിന്തകളിലേക്കൊക്കെ വെച്ചുകൊണ്ട് എഴുതപ്പെട്ട കുറച്ച് കുറിപ്പുകളാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത്. പ്രണയം എന്ന് പറയുന്ന ആ വിശാലതയെ ഒരുപാട് എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെ ക്രിയേറ്റ് ആവാം, അല്ലെങ്കിൽ പുതിയൊരു നരേറ്റിംഗ് ലെവൽ എങ്ങനെ, പുതിയൊരു ആഖ്യാനം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് ആ പുസ്തകം സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ നിന്നിലേക്കുള്ള ദൂരം എന്നാണ് ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ. അതിൻ്റെ കവർ പേജ് കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്യപ്പെട്ടു. വരുന്ന ജൂലൈ മാസം ആ പുസ്തകം പുറത്തേക്ക് ഇറങ്ങും. അപ്പം ആദ്യത്തെ പുസ്തകം സ്വീകരിച്ച പോലെ തന്നെ ഈ പുസ്തകം സ്വീകരിക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ആ രീതിയിലാണ് അതിനൊരു ഭാഷാപരമായി കുറച്ച് അധികം ജോലിയെടുത്ത ഒരു പുസ്തകം കൂടിയാണത്. കാര്യം പ്രണയം എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു പൈങ്കിളിവൽക്കരണമുണ്ട്. അപ്പോൾ ആ പൈങ്കിളിവൽക്കരണത്തിൽ നിന്നും എങ്ങനെ പൊളിച്ച് അല്ലെങ്കിൽ അതിനൊന്നും മാറ്റി എഴുതാമെന്നുള്ളൊരു ശ്രമമാണ് ആ പുസ്തകം. പൊതുവെ പൈങ്കിളിവൽക്കരിക്കുന്നത് മോശമാണെന്നുള്ള അഭിപ്രായക്കാരനൊന്നുമല്ല ഞാൻ. പക്ഷേ എന്നാലും അതിൽ നിന്ന് കുറച്ചും കൂടെ ഒന്നുകൂടെ പോളിഷ് ചെയ്യണം എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അതുകൊണ്ട് ഒരു മനുഷ്യനും തമ്മിലുള്ളത് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് അതിനപ്പുറത്തേക്ക് മറ്റു ചില കാര്യങ്ങൾ പറയണം എന്നൊരു തോന്നൽ, ആ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു, കുറച്ച് നാളുകൊണ്ടേ ഉണ്ടായിരുന്നു. പ്രണയം എഴുതാൻ കുറച്ചുകൂടെ എനിക്കിഷ്ടമാണ്. പ്രണയം എഴുതാൻ ഇഷ്ടമാണ്. പക്ഷേ അത് ഏത് രീതിയിൽ എഴുതണം, ഇത്രയും നാൾ എഴുതി വെച്ച ഒരു ചട്ടക്കൂടിൽ നിന്നൊക്കെ പൊളിച്ച് മറ്റൊരു രീതിയിൽ എഴുതണം എന്നൊരു തോന്നൽ കുറച്ച് നാളുകൊണ്ടേ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രണയം സംഭവിക്കുന്നതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് എഴുതാൻ തോന്നലുണ്ടായി. അതുകൊണ്ട് അങ്ങനെ ഒരു പുസ്തകം സംഭവിച്ചു. അവിരാമത്തിൽ നിന്നും എങ്ങനെയാണ് നിന്നിലേക്കുള്ള ദൂരം വ്യത്യാസപ്പെടുന്നത്? അവിരാമം അതൊരു നോവൽ ലെവലിലും ഇതൊരു
രണ്ടിലും പ്രണയം ഒരു സമാന്തര അല്ലെങ്കിൽ പ്രണയത്തെ ഒരു കണക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അഭിരാമവും നിന്നിലേക്കുള്ള ദൂരവും എൻ്റെ ഡിഫറെൻ്റ് ആയതാണ്. അഭിരാമം കുറേയധികം മനുഷ്യൻ്റെ കുറേയധികം ഫീലിങ്സിനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിലൊരു ഫീലിങ്സാണ് അത് രഘു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും ഭദ്ര എന്നൊരു ക്യാരക്ടറും എന്നുള്ള പ്രണയത്തെ നിർവചിക്കുന്നത്. പക്ഷേ നിന്നിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലാണ്. മനുഷ്യൻ മാത്രമല്ല, ഇപ്പം സമുദ്രത്തിനടിയിലെ രണ്ട് മത്സ്യങ്ങൾ പ്രണയിച്ചാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ആ കൃതിയിലെ ഒരു പ്രധാനപ്പെട്ട എലമെൻ്റാണ്. വേരുകൾ തമ്മിൽ പ്രണയിച്ചാൽ വൃക്ഷങ്ങളുടെ വേരുകൾ തമ്മിലുള്ള പ്രണയം എങ്ങനെയായിരിക്കും സാധ്യമാകപ്പെടുന്നത്? വൃക്ഷങ്ങളുടെ ഇപ്പം പുറം കാണുന്ന ഒരു മരത്തിൻ്റെ വേരുകൾ എന്ന് പറയുന്ന അനേക ശാഖകളുള്ള സാധനമാണ്. അപ്പോൾ അത് ഈ മേൽ നിൽക്കുന്ന മരം പൂർണ്ണമായും കരിഞ്ഞു പോയാലും ഈ അടിവേരുകൾ എങ്ങനെയായിരിക്കും പ്രണയബദ്ധരായിട്ടിരിക്കുന്നത്? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ചിന്തകളിൽ നിന്നാണ്. അത് കണക്ക് തന്നെ പുരാണങ്ങളിലെ ചില കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങൾ നമ്മൾക്കതിനകത്ത് പ്രണയമൊന്നും ചിലപ്പം കണ്ടെന്ന് വരത്തില്ല. പക്ഷെ അവർ പ്രണയിച്ചാൽ എങ്ങനെയായിരിക്കും, അവരുടെ പ്രണയം ഏത് രീതിയിലായിരിക്കും സാധ്യമാകുന്നത്? അത് കണക്ക് തന്നെ ഞാൻ എപ്പോഴും എനിക്ക് പ്രണയം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് റൂമിയാണ്. റൂമിയുടെ ചില വാക്കുകളും വരികളൊക്കെയാണ്. ഞാൻ എൻ്റെ ഏറ്റവും സങ്കടകരമായ അവസ്ഥയിലും എൻ്റെ ഏറ്റവും സന്തോഷകരമായ അവസ്ഥയിലും ഒക്കെ ഞാൻ റൂമിയെ വായിക്കുന്നൊരു മനുഷ്യനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റൂമിയെ വായിക്കാൻ. അപ്പോൾ റൂമി ഇപ്പോൾ എൻ്റെ കാലഘട്ടത്തിലുള്ള മനുഷ്യനല്ല. അപ്പോൾ റൂമിയോട് എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ, ഞാനൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഞാൻ റൂമിയോട് എങ്ങനെയായിരിക്കും എൻ്റെ പ്രണയം അവതരിപ്പിക്കുന്നത്? അപ്പോൾ അങ്ങനെ പ്രണയത്തെ കുറച്ചും കൂടെ വേറൊരു ആംഗിളിൽ കാണണം എന്നൊരാഗ്രഹമായിരുന്നു. അവരാവും തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ്റെ വൈകാര്യതയിൽ തുടങ്ങി മനുഷ്യൻ്റെ വൈകാര്യതയിൽ ഞാൻ അവസാനിപ്പിച്ചു. ആ കഥ വീണ്ടും തുറന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഞാൻ അവസാനിപ്പിച്ച ഒരു പോയിൻ്റുണ്ട്. അപ്പം അഭിരാമത്തിൽ നിന്നും നിന്നിലേക്കുള്ള ദൂരം ഇങ്ങനെ പലപ്പോഴായി എഴുതിയിട്ടുള്ളതാണ്. ഒരുപാട് നാളുകളെ പലപ്പോഴായിട്ട് കുറിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ വീണ്ടും ഒന്നുകൂടെ റീവർക്ക് ചെയ്യപ്പെട്ട പുസ്തകമാണ് നിന്നിലേക്കുള്ള കാര്യം. പിന്നെ പ്രണയം എഴുതൊരു സുഖമാണ്. അത് നമ്മളെ ഇപ്പോൾ വിഷ്ണു ഒരു പോയിന്റ് പറഞ്ഞു, റൂമി ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു പെണ്ണായിരുന്നെങ്കിൽ റൂമിയെ പ്രണയിക്കുമായിരുന്നു. അപ്പോൾ പെണ്ണും ആണും മാത്രമാണ് പ്രണയിക്കുക എന്ന് വിഷ്ണു ഇൻഡയറക്ട്ലി പറഞ്ഞു. ഇല്ല, അങ്ങനെ ഒരിക്കലും ഞാൻ പറയുന്നില്ല. കാര്യം ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് അതിനെയല്ലേ സൂചിപ്പിക്കുക? അല്ല, ആ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയല്ല ഞാൻ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അതായത് ഇപ്പം അഭിരാമം ഇറങ്ങിയ സമയത്ത് എന്നോട് പറഞ്ഞ, അല്ലെങ്കിൽ എൻ്റെ വായനക്കാരനോട് പറഞ്ഞത്, ഒരു സ്ത്രീ എഴുതിയാൽ എങ്ങനെ ഇരിക്കും, അത് കണക്കാണ് വിഷ്ണു അഭിരാമത്തിൽ ഭദ്രയെ നരേറ്റ് ചെയ്തിരിക്കുന്നത് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു സ്ത്രീയും തമ്മിൽ പ്രണയിച്ചു കൂടാ എന്നൊരു അഭിപ്രായക്കാരനല്ല. ഒരു പുരുഷനും തമ്മിൽ പ്രണയിച്ചു കൂടാ എന്നൊരു അഭിപ്രായക്കാരനല്ല. എല്ലാ മനുഷ്യനും ആത്യന്തികമായ അവനൊരു ധർമ്മമുണ്ട്. ആ ധർമ്മത്തിൽ അവന് ഇഷ്ടമുള്ളത് ചെയ്തു തീർത്ത് അപ്പോൾ ഈ ആമയേക്കാൾ ആയുസ് കുറവുള്ള ജീവിയാണ് മനുഷ്യൻ. ആമയേക്കാൾ ആയുസ് കുറവാണ്. 10-70 വയസ്സ്. ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ 65 താണ്ടുക എന്നുള്ളതൊക്കെ വളരെ സംശയകരമായ കാര്യമാണ്. 55 തന്നെ നമ്മൾ ഏതാണ്ട് ആ റെഡ് ലൈനിലോട്ട് കയറുന്ന ഒരു പരുവമാണ് ഇപ്പോൾ നമ്മളെ ലൈഫ് സ്റ്റൈൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 55 മനുഷ്യർ ചുറ്റുമുള്ള മനുഷ്യന്മാരെ പൂർണ്ണമായിട്ടും വെറുത്ത് അവർക്കെതിരെ മാനസികപരമായിട്ടുള്ള സംഘർഷങ്ങൾ ക്രിയേറ്റ് ചെയ്തതിൻ്റെ കാര്യമൊന്നുമില്ല. എനിക്ക് കുറേ ആശങ്കകളുണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെയാണ്, ഇത് ഏതാണ് എന്നൊക്കെയുള്ള ആശങ്കകൾ. അപ്പോൾ എൻ്റെ പഠനകാലത്തോ അല്ലെങ്കിൽ എൻ്റെ ടീനേജിലോ എൻ്റെ യൗവനത്തിലോ ഒന്നും ഇതിന് കൃത്യമായ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സ്, അല്ലെങ്കിൽ എന്താണ് ഗേ, എന്താണ് ലെസ്ബിയൻ എന്നുള്ള വിദ്യാഭ്യാസം ഞാനൊക്കെ പുസ്തകം വായിച്ചിട്ടാണ് വന്നത്. ആ തരത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു പുസ്തകമാണ് രണ്ട് പുരുഷന്മാർ ചുംബിക്കുമ്പോൾ എന്നൊരു പുസ്തകമുണ്ട്. കിഷോർ കുമാറിൻ്റെ പുസ്തകമാണ്. ഒരു മലയാളി ഗേയുടെ ആത്മകഥയും എഴുത്തുകൾ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകം എന്നെ സംബന്ധിച്ച് ഇതെന്താണ്, അല്ലെങ്കിൽ മനുഷ്യൻ ഈ ഒരു കാഴ്ചപ്പാടിൽ എന്താണ് അവൻ അർത്ഥമാക്കുന്നത്, അവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതിയതാണ്. അപ്പം എനിക്ക് മനുഷ്യനായി കാണുക എന്നുള്ള അവസ്ഥ തന്നെയാണ് ഞാൻ അവിടെ എഴുതിയത്. ഞാൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ ഉള്ളിലെ സ്ത്രീത്വം എത്രമാത്രം എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയും. ഇപ്പം ഞാൻ എന്ന് പറയുന്ന ഒരു ആണാണെങ്കിൽ എല്ലാ ആണിൻ്റെ മനസ്സിലും ഒരു സ്ത്രീയുണ്ട്. എല്ലാ ആൺ മനസ്സുകളിലും ഒരു സ്ത്രീത്വം എപ്പോഴും കിടപ്പുണ്ട്. അത് ആസ്വാദനത്തിൻ്റെതാണെങ്കിലും അത് എന്തിനാണെങ്കിലും, അത് സ്നേഹത്തിൻ്റെ ആണെങ്കിലും കാമത്തിലായാലും എല്ലാത്തിലും ഒരു സ്ത്രീത്വം ഒരാണിലുണ്ട്. അത് ചില ആൾക്കാർക്ക് അത് പെട്ടെന്ന് റിഫ്ലക്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ എല്ലാ ആണിലും ഒരു സ്ത്രീയുണ്ട്. അത് 100% ഗ്യാരണ്ടിയാണ്. അതിനെ നമ്മൾ സ്ത്രീകൾക്ക് കുറച്ചുകൂടെ നിരീക്ഷിച്ചത് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ നിങ്ങളത് ശ്രമിക്കുക. എല്ലാ സ്ത്രീയിലും ഒരു മാസ്കുലിൻ എനർജി ഉണ്ട്, തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ട് ഞാനൊരു സ്ത്രീ ഇപ്പം റൂമിയെ എന്തുകൊണ്ട് ഞാൻ വിഷ്ണുവായിട്ടിരുന്ന് റൂമിയെ പ്രണയിച്ചു. അപ്പം കുറച്ചും കൂടെ അതിൻ്റെ ഒരു കാൽപ്പനികത, സൗന്ദര്യം, ആണിൻ്റെ പ്രണയത്തിന് റിഫ്ലക്ഷൻ ഭയങ്കര കുറവാണ്. ഞങ്ങൾ ഈ പ്രണയത്തിൽ ഭയങ്കര പരാജയമാണ് ആണുങ്ങൾ എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളൊരു മനുഷ്യനാണ്. കാരണം എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ആ പ്രകടനം എത്രമാത്രം എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും എന്നുള്ളത് അതെനിക്കറിയത്തില്ല. പക്ഷേ അല്ലെങ്കിൽ ഞാൻ അധിവസിച്ച അല്ലെങ്കിൽ സഹവസിച്ച സ്ത്രീജനങ്ങളെല്ലാം ഭയങ്കര റിഫ്ലക്റ്റീവ്, അല്ലെങ്കിൽ അവരുടെ പ്രകടനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രണയത്തിൻ്റെ പ്രകടനങ്ങൾ നമ്മളെ കൂടുതൽ നാൾ ജീവിക്കാൻ കൊതിപ്പിക്കും, കൂടുതൽ എഴുതാൻ കൊതിപ്പിക്കും, അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കാൻ കൊതിപ്പിക്കും,
പുതിയ കാഴ്ചകൾ കാണാൻ കൊതിപ്പിക്കും, പുതിയ സ്ഥലങ്ങളിലേക്ക് നമ്മളെ യാത്ര ചെയ്യിപ്പിക്കും. അപ്പം സ്ത്രീ എന്ന് പറയുന്നൊരു അതുകൊണ്ടാണ് സ്ത്രീ റൂമിയെ പ്രണയിച്ചാൽ എന്നൊരു ആശയം ആ സമയത്ത്. അല്ലാതെ അതിനൊരു ജെൻഡർ പ്രശ്നം ഞാനതിന് ആ സമയത്തും കണ്ടില്ല, ഈ സമയത്തും കാണുന്നില്ല. അഫീഫ ചോദിച്ചപ്പോഴാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ എന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, എൻ്റെ ഫിക്ഷൻ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം വായനക്കാരന് സ്വീകരിക്കാം, ഇല്ലാതിരിക്കാം, വിമർശിക്കാം, അതൊന്നും കുഴപ്പമില്ല. എൻ്റെ ഫിക്ഷൻ്റെ സാധ്യത ഞാനവിടെ ഉപയോഗിക്കും. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. പ്രണയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജിസ്മ, പ്രണയത്തിൻ്റെ രാജകുമാരി, മാധവിക്കുട്ടിക്ക് ശേഷം ഇത്രയും ബ്യൂട്ടിഫുള്ളായി ഞാൻ പ്രണയത്തെ വായിച്ചത് ജിസ്മയുടെ പുസ്തകത്തിൽ നിന്നാണ്. വലിയ സന്തോഷവും എനിക്ക് എപ്പോഴും തോന്നിപ്പോവാറുണ്ട്. ഇപ്പോൾ ഞാൻ എഴുതുന്ന സമയത്തും എന്നോട് ഞാനൊരു കുറിപ്പ് എഴുതിയ സമയത്ത് അല്ലെങ്കിൽ ഒരു പോയം എഴുതിയ സമയത്ത് എന്നെ പഠിപ്പിച്ച ഒരു സാറ് പറഞ്ഞിട്ടുണ്ട്, ഇത് വായിച്ചു കഴിഞ്ഞിട്ട് എവിടെയൊക്കെ ആണുങ്ങൾക്കിട്ടൊരു കുത്തുണ്ട് അതല്ലെങ്കിലും പെണ്ണെഴുത്തിൽ എപ്പോഴും ആണുങ്ങൾക്കിട്ടൊരു കുത്ത് കാണാറുണ്ടെന്ന്. പക്ഷേ ജിസ്മയുടെ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും മനോഹരമായി ഒരു ആണിനെ എഴുതാൻ പറ്റുക എന്ന് പറയുന്നത് അതെങ്ങനെ സാധിക്കുന്നു? ഒരു മനുഷ്യന് പ്രണയം എഴുതുമ്പോൾ എനിക്കതിലൊരാളെയും മുറിവേൽപ്പിച്ചുകൊണ്ട് എഴുതാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. എൻ്റെ പ്രണയ ചിന്തകളിൽ ഒരു മനുഷ്യനോടും വെറുപ്പുണ്ടാവരുത്. അതാണ് എനിക്ക് പ്രണയത്തെക്കുറിച്ചുള്ള അതിൽ ഞാൻ കോട്ട് ചെയ്തിട്ടുള്ളത് തന്നെ. പ്രണയത്തിന് വെറുക്കുവാനോ മറക്കുവാനോ കഴിയില്ല, പ്രണയത്തിന് പ്രണയിക്കാൻ മാത്രമേ കഴിയുള്ളൂ എന്നുള്ളൊരു വരിയുണ്ട്. അരുമേ ബഷീറിലെ ഒരു വരിയാണത്. അപ്പോൾ ഒരു മനുഷ്യനെയും പ്രണയത്തിൻ്റെ കാര്യത്തിൽ വേദനിപ്പിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ തന്നെ അതെനിക്ക് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എൻ്റെ പുസ്തകത്തിൽ ഒരു മനുഷ്യനെയും അല്ലെങ്കിൽ ഒരു വിഭാഗത്തെയും വേദനിപ്പിച്ചുകൊണ്ട് എനിക്ക് എഴുതാൻ കഴിയില്ല. സ്നേഹബന്ധങ്ങളിൽ എല്ലായ്പ്പോഴും സമരസപ്പെട്ടു പോകുന്ന ഒരു പ്രകൃതമുള്ളൊരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഉണ്ടാവുന്ന എല്ലാ ചിന്തകൾക്കും ഒരുപക്ഷെ അങ്ങനത്തെ ഒരു രീതി ഉണ്ടാവാം. പിന്നെ ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളെ നോവിക്കാൻ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഒരു കൃതിയും എന്നിൽ സംഭവിക്കുന്നത്. എൻ്റെ ചിന്തകളിൽ ഉണ്ടാവുന്ന ഒരു പ്ലോട്ടിൽ നിന്നുണ്ടാവുന്ന ഏതൊരു രചനയിലും ആ പ്ലോട്ടിനെ സംബന്ധിക്കുന്ന ആളുകൾ അതിലൂടെ കടന്നു പോകുന്നു. കഥയും കഥാപാത്രവും കഥാപശ്ചാത്തലവും അങ്ങനെയാണ് വികസിച്ചെടുക്കുന്നത്. ഒരിക്കലും ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി ഇതുവരെ എഴുതിയിട്ടില്ല. ഒരുപക്ഷെ ഇനി എഴുതിക്കൂടാ എന്നില്ല. എൻ്റെ രണ്ടാമത്തെ കൃതിയിൽ അതിൽ അബൂട്ടി എന്നൊരു ക്യാരക്ടറുണ്ട്. ഒരു സ്ത്രൈണഭാവമുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം എന്നോട് ഒരിക്കലും ഒരാൾ ചോദിച്ചതാണ്, ഇങ്ങനൊരു വിഭാഗത്തെ അടയാളപ്പെടുത്തുക. ഒരിക്കലുമല്ല, അത് അബൂട്ടി എന്നൊരു ക്യാരക്ടർ അതിലുണ്ട്. ആ ക്യാരക്ടറിന് ഇമോഷൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ നേരിട്ട് മീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ വായനയിലും എൻ്റെ മറ്റുള്ള ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലും അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് എനിക്കറിയാം. ആ ആളുടെ ദുഃഖങ്ങളെ മുഴുവനും എൻ്റെ ഉള്ളിൽ സംശീകരിച്ചുകൊണ്ടാണ് ഞാൻ ആ കൃതി എഴുതുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എഴുതിയതല്ല. പക്ഷേ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിക്ക് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ അതിൽ ലിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു സന്തോഷമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എൻ്റെ എഴുത്തിൽ അത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഇതുവരെ ഒരു കൂട്ടരെയും മുറിവേൽപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു കൂട്ടരെയും ലിഫ്റ്റ് ചെയ്യാനോ വേണ്ടിയിട്ടല്ല. അതെൻ്റെ കഥയാണ്. എൻ്റെ ചിന്തയിലുണ്ടായിട്ടുള്ള കഥയും കഥാപാത്രങ്ങളുമാണ്. അതിനെ വികസിപ്പിച്ചെടുക്കുമ്പോൾ അവിടെ എനിക്ക് ഒരാളെയും ഒന്ന് കൊട്ടുകൊടുക്കാം എന്നിതുവരെയും തോന്നിയില്ല. മാത്രമല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ അറിയുന്ന പുരുഷന്മാർ, ഞാൻ അറിയുന്ന സ്ത്രീകളൊക്കെ ഒരുപാട് നല്ലവരുണ്ട്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന കേൾവികൾ, കാണുന്ന കാഴ്ചകളിലെല്ലാം ഒരുപാട് മോശം കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, മോശം പ്രണയങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ പറയപ്പെടാത്ത ഒരുപാട് നല്ല പ്രണയങ്ങൾ നമ്മൾക്ക് ചുറ്റുമുണ്ട്. നമ്മൾ വാർത്തകളിലെല്ലാം കാണുന്നത് ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ദിനം പ്രതി നമ്മൾ കാണുന്ന ഒരുപാട്, ഇപ്പോൾ റീൽസിലാണ് നമ്മൾ 30 സെക്കൻഡ്സുള്ള റീൽസിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് കാണിക്കുന്നത് ഒരുപാട് വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. പക്ഷെ അതിനൊക്കെ എത്രയോ ഇരട്ടിയുണ്ട്. ഈ കാണുന്ന കലാലയങ്ങളിലെല്ലാം എത്രയോ നല്ല പ്രണയങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ കാണുന്ന എത്രയോ മനുഷ്യരിൽ എത്രയോ നല്ല പ്രണയങ്ങൾ സംഭവിക്കുന്നുണ്ട്. എത്രയോ നല്ല പുരുഷന്മാരും നല്ല സ്ത്രീകളും അതിൻ്റെ വക്താക്കളായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മനുഷ്യനെയും കൊട്ടുകൊടുത്തുകൊണ്ട് പ്രണയം എഴുതാൻ എനിക്ക് സാധിക്കില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള പല കാര്യങ്ങളുണ്ട്. കൊട്ടുകൊടുത്തുകൊണ്ട് തന്നെ പറയേണ്ട ചില കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു എഴുത്തുകാരുടെ ഉത്തരവാദിത്വമാണതെന്ന് ഞാൻ, ഒരു മനുഷ്യനെ നന്നാക്കാനല്ല, പക്ഷെ ഇന്നൊരു കാര്യം എനിക്ക് പറയണം എന്നുള്ളൊരു അവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും കൊട്ടേൻ്റെ അടുത്ത് കൊട്ടിയിട്ട് തന്നെ പറയേണ്ടി വരും. ഏറ്റവും കൂടുതൽ കേട്ട ക്വസ്റ്റ്യൻ ആയിരിക്കാം ആയിഷ സ്വന്തം ജീവിതത്തിൽ നിന്ന്. ആ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആയിഷയെ പോലെ പ്രണയിച്ചിട്ടുണ്ടോ? ആയിഷയെ പോലെ പ്രണയിക്കാൻ എനിക്ക് കഴിയുമെന്നുള്ളത് ഞാൻ ജീവിച്ചറിഞ്ഞൊരു സത്യമാണ്. ആയിഷയെപ്പോലെ ആയിഷ എൻ്റെ ഒരു കൾട്ടാണ്. എൻ്റെ ഒരു അരുമയെ പക്ഷിയുള്ള കൾട്ട് കഥാപാത്രം. അത് ആ ചോദ്യം പലയിടത്തും ഞാൻ കേൾക്കേണ്ടി വന്നത് എൻ്റെ ഒരു വേഷത്തിൽ നിന്ന്,
എൻ്റെ ഒരു രീതിയിൽ നിന്നൊക്കെയാണ്, എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നൊക്കെയാണ്. തീർച്ചയായിട്ടും നല്ലൊരു, ഞാൻ എവിടെയും പറയും, എൻ്റെ ഒരു കഥാപാത്രം സുന്ദരിയായിട്ടുള്ള, ഞാൻ കൾട്ടായിട്ട് കൊണ്ട് നടക്കുന്നൊരു കഥാപാത്രം അത് എന്നെപ്പോലെയാണെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു സന്തോഷം തന്നെയാണ്. പക്ഷെ തീർച്ചയായിട്ടും അങ്ങനെ പ്രണയിക്കപ്പെടാനും പ്രണയിക്കാനും കഴിയുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പേഴ്സണൽ കാര്യങ്ങൾ ഒരുപാട് നമുക്ക് ഞാൻ പറയാത്തൊരാളാണ്. പക്ഷെ തീർച്ചയായിട്ടും അത്തരത്തിൽ പ്രണയിക്കപ്പെട്ടിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഇപ്പോൾ വിഷ്ണുവിനോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഹോമോസെക്ഷലിനെ കുറിച്ചിട്ട്. ഇത് ജിസ്മയുടെ പുസ്തകങ്ങളിൽ അങ്ങനെ വരാറില്ല. ഹോമോസെക്ഷൽ കാര്യങ്ങളൊന്നും ഞാൻ വായിച്ചിട്ടില്ല. ഇപ്പോൾ ഇനിയും വരുമായിരിക്കാം. പക്ഷേ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ എന്ന് പറയുന്നത് ഈ ഹോമോസെക്ഷൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നറിയില്ല, ഇത് നമുക്കൊരു തരത്തിൽ അടിച്ചേൽപ്പിക്കൽ എന്നിപ്പോൾ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ? കാരണം ഇത് നമ്മൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ ഹോമോസെക്ഷൽ ആവട്ടെ ഹെട്രോസെക്ഷൽ ആവട്ടെ, നമുക്ക് മനുഷ്യരെ അക്സെപ്റ്റ് ചെയ്യാനും അതേപോലെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഹോമോസെക്ഷലിനെ കുറിച്ച് നമ്മളൊരു വാക്ക് സംസാരിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. നമ്മൾ വല്ല ടെററിസം ചെയ്യുന്നത് പോലെയാണ് ഹോമോസെക്ഷലിനെ കുറിച്ച് സംസാരിച്ചാൽ നമ്മൾ വല്ല തെറ്റുകാരായി. അങ്ങനെ എപ്പോഴെങ്കിലും ഒരു അനുഭവം, അല്ലെങ്കിൽ ഇന്ന് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് മാത്രമല്ല, എന്തിനെക്കുറിച്ചും ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഞാനൊന്ന് പരുവപ്പെടുത്തി സംസാരിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും ഈ സ്വാതന്ത്ര്യം എന്നുള്ള സംഭവം അത് നമുക്ക് വേണ്ടുവോളുള്ള 100% സ്വാതന്ത്ര്യമുള്ള ആളുകളാണ് മനുഷ്യരെന്നുള്ളത്. പക്ഷേ ഇന്നത്തെ കാലത്ത് എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ പലയിടത്തും കാണുന്നത്, നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ഫോൺ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ഫോണും ക്യാമറയും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം നമ്മുടെ ആ ഒരു ഇമോഷനിൽ നമ്മൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അത് ആർക്കൊക്കെ മുറിവേൽപ്പിക്കപ്പെടും എന്നുള്ളത് നമ്മൾക്കറിയില്ല. അത് എത്രമാത്രം ക്ലാരിറ്റിയിലാണ് നമ്മളത് പറയുന്നതെന്ന് അറിയില്ല. വാലും തുമ്പും ഇല്ലാതെയൊക്കെ കാര്യങ്ങൾ അതായത് പുറത്തുള്ള ആളുകളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്ത് കാര്യത്തെക്കുറിച്ചും അതിൻ്റെ യഥാർത്ഥ ഭാവം എന്താണെന്നുള്ളത് നമ്മുടെ ഉള്ളിലുള്ളത് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്നിടത്ത് മാത്രമേ അത് പറയാൻ പാടുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു കാര്യത്തെക്കുറിച്ചും പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പോലും അത് മറ്റുള്ളവരെ എത്രമാത്രം വേദനിപ്പിക്കുമെന്ന് ചിന്തിച്ച് പരുവപ്പെട്ട് പറയുന്ന ഒരാളെന്ന രീതിയിലും, മാത്രമല്ല പലർക്കും ഇന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുമോ എന്നുള്ളൊരു ആദി കൂടിയുണ്ട്. ഏതൊരു കാര്യത്തിനെക്കുറിച്ച് പറഞ്ഞാലും ഇവരെന്നെ വെറുക്കുമോ എന്നുള്ള ഒരു അവസ്ഥ കൂടി ഇന്ന് കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ചിന്തിക്കാതെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന മനുഷ്യരും ഒരുപാട് നമ്മൾക്ക് ചുറ്റുമുണ്ട്. പക്ഷെ ഞാനെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു കാര്യം, ആ കാര്യം ഞാൻ പറയേണ്ടതാണെങ്കിൽ ഞാൻ പറയും. എനിക്കത് പറയേണ്ടത്, ഇപ്പോൾ ഈ ഒരു ടോപ്പിക് പറയാൻ മറ്റു പലരും ഉണ്ട്. എനിക്കത് പറയണം എന്നുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അക്കാര്യത്തിൽ, ഇതുവരേക്കും എനിക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും പറയണമെന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. അത് പറയുന്ന ആളുകൾ വളരെ വ്യക്തമായിട്ട് പറയുന്ന പല ആളുകളുമുണ്ട്. ഈ പറഞ്ഞ വേർതിരിവുകളില്ലാതെ അതിൻ്റെ യഥാർത്ഥ ശാസ്ത്രീയമായ വശങ്ങളെക്കുറിച്ച് പറഞ്ഞും ഒരു അടിച്ചേൽപ്പിക്കലില്ലാതെ പറഞ്ഞും പറയുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഇനി ഒരു സിറ്റുവേഷനിൽ എനിക്കതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടേ ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പോവുള്ളൂ. നമ്മൾക്കറിയില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ എവിടെയും കൊണ്ടു നടക്കുന്ന ഒരു കാര്യം. അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞ് അത് ആർക്കൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളത് ചിന്തിച്ച് മാത്രമേ, അങ്ങനെ പരുവപ്പെടുത്തി മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. അല്ല, ഇതിനെക്കുറിച്ച് സംസാരിക്കാനല്ല, ഞാനിപ്പോൾ എന്താന്ന് പറഞ്ഞാൽ നമുക്കൊരു അടിച്ചേൽപ്പിക്കുന്നതായി പലപ്പോഴും വിഷ്ണുവിന് തോന്നിയിട്ടുണ്ടോ? ഇങ്ങനൊരു കാര്യം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു ടോപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും പറയാം, അക്സെപ്റ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ ഒരു ടോപ്പിക്ക് വരുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ വിഭാഗം നമ്മളെ അടിച്ചേൽപ്പിക്കും. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്തേ തീരൂ എന്നൊരവസ്ഥയിലോട്ട് മാറിയിരിക്കുന്നു. അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന രീതിയിലാണ്. അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അതിനെക്കുറിച്ച് സംസാരിച്ചാൽ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ നമ്മൾ സംസാരിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ഫോട്ടോസിൻ്റെയോ നമ്മുടെ കമൻസിൻ്റെ അടിയിൽ നിറച്ച് നമുക്ക് ഹേറ്റേഴ്സാണ്. ആ ഒരു രീതിയിലോട്ടാണ് ഇന്ന്, അതായത് ഒരു തരം അടിച്ചേൽപ്പിക്കൽ തന്നെയാണ്. വിഷ്ണുവിന് എപ്പോഴെങ്കിലും ഇല്ല, അതെ, ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് രണ്ട് രീതിയിൽ നമുക്കിനെ അപ്രോച്ച് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ ഇതിനെ അക്കാഡമിക്കലായിട്ട് അപ്രോച്ച് ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മളെ വൈകാരികപരമായിട്ട് ഇതിനെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം നോക്കിയാൽ നമ്മുടെയൊക്കെ സ്കൂൾ, എൻ്റെ സ്കൂളിലെ കാര്യം ഞാൻ പറയാം. അപ്പം ഞാൻ എൻ്റെ ഒരു സ്കൂൾ തലങ്ങളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ അന്നേ തന്നെ എന്താണ് പെൺകുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ കൂട്ടുകാരികളോടാണ് കൂടുതൽ സഹവസിക്കുന്നത്, കാര്യം സംസാരിക്കുന്നത്. അപ്പോൾ അന്നേ നമ്മൾ അവനെ നമ്മുടെ വിദ്യാഭ്യാസ കുറവ് അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ, അങ്ങനെ കുറേ എലമെൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും രണ്ട് അഭിപ്രായങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ രണ്ട് അഭിപ്രായം കൂടെ ചേരുന്നതാണ് പൊതുവായിട്ടൊരു അഭിപ്രായത്തെ രൂപീകരിക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഇത് നിലവിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് അങ്ങനെ ഒരു ഹേറ്റ് ക്യാമ്പയിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അത് ഉണ്ടാക്കിയ ആൾക്കാരും കാണുമായിരിക്കാം.
അങ്ങനെയാണ് നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്ത് താമസിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെ പല അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നു. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നിർമ്മിക്കപ്പെട്ടത് അഭിപ്രായ വ്യത്യാസങ്ങളുടെ പോരാട്ടത്തിലാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് മേക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളതാണ് അതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യന്മാരും ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്, അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇപ്പോൾ നോക്കിയേ, ഇപ്പം ഇവിടെ വന്നിരുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്നെ സംബന്ധിച്ച് മാത്രമാണ് ശരിയെന്ന് പറയുന്നത്. ഒരുപക്ഷെ അഫീഫ് ഇതിൻ്റെ എഡിറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇയാൾ പറഞ്ഞത് ശരിയല്ലെന്നൊരു തോന്നൽ അഫീഫിക്ക് ഉണ്ടാവും. ചിലപ്പോൾ അഫീഫ് വെച്ചൊരു ചോദ്യം ഞാൻ ഇപ്പോൾ ഇരുന്ന് ആൻസർ പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ആലോചിക്കും ഇത് അങ്ങനെയല്ലല്ലോ ആ ചോദ്യം വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അതിനെ അക്കാഡമിക്കലി നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യും, അങ്ങനെ പക്വതാപരമായി നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യും. എല്ലായിടത്തും ഉണ്ട് ഈ കല്ലെറിയാൻ വരുന്ന ആൾക്കാരും വേട്ടയാടാൻ വരുന്ന ആൾക്കാരും. അതിന് എന്തായാലും ലോകത്ത് ആരാണ് പൂർണ്ണമായിട്ട് എല്ലാ മനുഷ്യന്മാരെ കൊണ്ട് തൃപ്തിപ്പെട്ട് ഭൂമിയിൽ നിന്ന് ഇല്ലാതായിട്ടുള്ളത്? എല്ലാ മനുഷ്യന്മാർക്കും ഈ പറയുന്ന ഒരു ശത്രു ഇല്ലാത്ത മനുഷ്യൻ അല്ലെങ്കിൽ വിദ്വേഷം ജനിപ്പിക്കാത്ത മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. അങ്ങനെ ജനിച്ചിട്ടുള്ള ഒറ്റ വ്യക്തി എന്ന് പറയുന്നത് ഗർഭസ്ഥാവസ്ഥയിൽ കിടക്കുന്ന കുഞ്ഞു മാത്രമാണ്. വേറെ എല്ലാവർക്കും ഉണ്ട്, വേറെ എല്ലാ മനുഷ്യന്മാർക്കും ഈ പറയുന്ന അറ്റാക്കുകളും കാര്യങ്ങളും വരും. പിന്നെ നമ്മളെടുക്കുന്ന നിലപാടുകൾ, നമ്മൾക്ക് ബോധ്യമുള്ള കാര്യങ്ങൾക്ക് നിലപാടുകൾ സ്വീകരിക്കുക, നമ്മൾ പറയുന്നതിൽ ക്ലാരിറ്റി ഉള്ളത് പറയുക. അപ്പോൾ ജിസ്മ പറഞ്ഞ കണക്ക് തന്നെ അതിൽ ക്ലാരിറ്റി കുറവുണ്ട് അല്ലെങ്കിൽ ഞാനിപ്പോൾ അത് സംസാരിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ അവിടെ നിശബ്ദമായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പോൾ അങ്ങനെ ഒരു അറ്റാക്ക് നിലവിൽ എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ബ്ലെയിമിങ് ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങളെ സാമൂഹിക പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടായിട്ടില്ല. കുറേ നഗരവൽകൃത പശ്ചാത്തലത്തിൽ അങ്ങനെ ഉണ്ടായിരിക്കാം. പക്ഷെ ഞങ്ങളൊക്കെ കുറച്ചുകൂടെ ഗ്രാമീണപരമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ വരുന്ന ഒരാൾ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് അഡ്രസ്സ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ നഗര പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, അതിനെ എനിക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയത്തുമില്ല. ഒരു നോവൽ എഴുതുമ്പോൾ ജിസ്മയ്ക്ക് ജിസ്മയുടേതായ കുറച്ച് രീതികളുണ്ടാവും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ രീതി പിന്തുടരുന്നുണ്ടോ, ഫോളോ ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും? ഇല്ല. എഴുതുന്ന സമയത്ത് അങ്ങനെ രീതികളെന്ന് വെച്ചാൽ ഓരോ നോവലും ഇപ്പോൾ എഴുതിക്കുന്ന 3 നോവലും ആദ്യത്തെ നോവൽ പൂർണ്ണമായിട്ടും നമ്മളെ ചിന്തകളിൽ നിന്നും ഭാവനയിൽ നിന്നിട്ടുണ്ടായിട്ടുള്ള നോവലാണ്. രണ്ടാമത്തെ നോവലിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടെ കഥാപാത്രങ്ങളുടെ ഒരു എന്താ പറയുക, വിസിബിലിറ്റി കുറച്ചും കൂടെ കൂടുതലാണ്. ആദ്യത്തെ കഥയിൽ അത്ര അധികം കഥാപാത്രങ്ങളില്ല. മൂന്നാമത്തെ നോവലിലേക്ക് വരുമ്പോൾ ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരുപാട് പഠനങ്ങളുടെ ആവശ്യമുണ്ട്. ആധികാരികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. അപ്പം അതിൻ്റെ രീതിയും വ്യത്യസ്തമാവും. എപ്പോഴും പിന്തുടരുന്ന ഒരൊറ്റ കാര്യം എന്ന് വെച്ചാൽ ഒരു തോന്നലാണ്. ഇത് കാലാതിവർത്തിയായിട്ട് നിലനിൽക്കണം, എല്ലാ കാലത്തും വായിക്കപ്പെടണം, എല്ലായ്പ്പോഴും എന്താ പറയുക ശ്രമിക്കുന്നതും അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അല്ലാതെ മറ്റൊന്നും, അതായത് ഈ നോവൽ ഇന്നൊരു കൂട്ടം ആളുകളിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇന്നൊരു കാറ്റഗറി പീപ്പിൾസ് ഇത് വായിക്കണം, അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തെ പിൻപറ്റി എനിക്കിങ്ങനെ എഴുതണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സെൻസേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്കൊന്ന് അടയാളപ്പെടുത്തണം, അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. ഈ പറഞ്ഞല്ലോ, ഞാൻ ചിന്തിക്കുന്ന ഒരു കഥാതന്തു അത് വികസിപ്പിച്ചെടുക്കുന്നു, കഥാപാത്രങ്ങൾ വരുന്നു, കഥാ പശ്ചാത്തലവും സന്ദർഭങ്ങളും കഥാപരിസരങ്ങളും വികസിക്കുന്നു, ദെൻ അവിടെ ഒരു നോവൽ രചിക്കപ്പെടുന്നു. എപ്പോഴും ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യം, ഇതെല്ലാ കാലത്തെ മനുഷ്യർക്കും പ്രായഭേദമന്യേ വായിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു അവസ്ഥയിലായിരിക്കണം ഈ നോവൽ എന്നുള്ളത് മാത്രമാണ്. അത് ഇന്നത്തെ കാലത്ത് പ്രായഭേദമന്യേ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്കും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവെയറാണ് അവർ. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പണ്ട് നമ്മൾ ഇന്ന കാര്യങ്ങൾ കുട്ടികൾ അറിയണ്ട എന്നുള്ളൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അല്ല, പ്രണയത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ദാമ്പത്യത്തെക്കുറിച്ചും മനുഷ്യൻ്റെ മറ്റുള്ള ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചും എല്ലാം ഏതൊരു പ്രായത്തിലും കുട്ടികൾ ഒരു പ്രായം തൊട്ട് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പം എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സാഹിത്യം മൂല്യമുള്ള ഒരു പുസ്തകമായിരിക്കണം. എപ്പോഴും സാഹിത്യ മൂല്യമുള്ള ഒരു പുസ്തകം മാത്രമേ ഞാൻ സാഹിത്യത്തിലേക്ക് സമർപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ള നിബന്ധനയുണ്ട്. അപ്പോൾ കാലാതിവർത്തിയായിട്ട് നിൽക്കുന്ന ഒരു രചന ആയിരിക്കണം എന്നുള്ളൊരു വസ്തുത മാത്രമേ എഴുതുന്ന സമയത്ത് ഉണ്ടാവാറുള്ളൂ. ഈ എഴുതുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ഇമോഷൻ്റെ ബേസിലാണോ കഥാപാത്രം രൂപപ്പെടുന്നത്, അതല്ലെങ്കിൽ ഒരു സ്റ്റോറിയിൽ നിന്ന് കഥാപാത്രം ഉണ്ടാകുന്നതാണോ? പല രീതിയിലാണ്. ആദ്യത്തെ കഥയുണ്ടത് ഒരൊറ്റ ടൈറ്റിലിൽ നിന്നാണ്. എൻ്റെ അരുമയായ പക്ഷിക്ക് എന്നുള്ള ഒരൊറ്റ ടൈറ്റിലിൽ നിന്നാണ് കഥ വികസിച്ചെടുക്കുന്നത്. രണ്ടാമത്തെ കഥ ഉണ്ടാവുന്നത് അബൂട്ടി എന്ന കഥാപാത്രത്തിൽ നിന്നാണ്. ആ കഥ വികസിക്കുന്നു. ഓരോ അധ്യായം എഴുതി തീരുമ്പോൾ ഞാൻ എത്തിപ്പെടുന്നത് ആ ടൈറ്റിലേക്കാണ്. മനുഷ്യൻ ജീവിച്ചിരിക്കുക മരിച്ചു പോകുന്ന ഒരു അവസ്ഥ. ഓരോ അധ്യായം കഴിയുമ്പോഴും ഈ ഒരു അവസ്ഥയിലേക്ക് പോയി വന്ന് തുടങ്ങിയപ്പോൾ എനിക്ക് ആ ടൈറ്റിൽ തന്നെയാണ് ആ പുസ്തകത്തിന് ഇടാൻ തോന്നിയത്. മൂന്നാമത്തെ പുസ്തകത്തിലേക്ക് വന്നപ്പോൾ അതൊരു സ്വപ്നം, അതായത് മനുഷ്യൻ്റെ 2 വശങ്ങൾ, 2 ഡയമെൻഷനിൽ നിന്ന് നോക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയെ ഞാൻ എങ്ങനെ എഴുതും എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കുക. കാരണം ഈ ഒരു അവസ്ഥ അഫീഫയ്ക്കും അറിയാം, എനിക്കും അറിയാം, വിഷ്ണുവിനും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതെങ്ങനെ അടയാളപ്പെടുത്തപ്പെടും? കാരണം അത് ഭയങ്കര സങ്കീർണമാണ്.
ഒരു മനുഷ്യൻ പറയുന്നതും പറയാതിരിക്കുന്നതുമായ അവൻ്റെ അബോധാവസ്ഥയിലുള്ള വശങ്ങളെ എഴുതുക എന്നുള്ളത് ഭയങ്കര സങ്കീർണമായിട്ടുള്ളൊരു കാര്യമാണ്. അത് വളരെ സിമ്പിളാണ് താനും, എന്നാൽ എഴുതാൻ ഭയങ്കര സങ്കീർണമാണ്. ഇത് വായിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഇതിലുണ്ടാവണം. അങ്ങനെയാണ് സ്വപ്നം എന്നുള്ള ഒരു ടൂൾ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറയാം. സ്വപ്നം എന്നുള്ളത് സത്യത്തിൽ ഈ ഒരു 2 ഡയമെൻഷനെ കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചൊരു ടൂളാണ്. പക്ഷേ അതിലേക്ക് അങ്ങോട്ട് ഇന്നായി കഴിഞ്ഞപ്പോഴാണ് സ്വപ്നത്തിൻ്റെ ഒരു വിശാലമായ ഒരു അവസ്ഥയെക്കുറിച്ച്, അല്ലെങ്കിൽ നിഗൂഢമായ ഒരു അവസ്ഥയെക്കുറിച്ച് ഞാൻ കൂടെ അത് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്താണ് ഉണ്ടായത്. അത് ആ നോവൽ എഴുതി തീരുമ്പോൾ ഞാൻ പഠിച്ച ഒരുപാട് അറിവുകളുണ്ട്. മാനസിക തലങ്ങളെക്കുറിച്ച്, സ്വപ്ന തലങ്ങളെക്കുറിച്ച്, ഈ പറഞ്ഞ നമ്മുടെ ഉറക്കത്തിൽ സംഭവിക്കുന്ന ഒരുപാട് അവസ്ഥകളെക്കുറിച്ച്. അപ്പോൾ ഈ ഒരു നോവലിൽ നിന്ന് ഞാനും ഒരുപാട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ നോവലും എഴുതുന്നത് ഓരോ രീതിയിലാണ് എഴുതി പോകുന്നത്. ഒരു കഥാപാത്രത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു കഥയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു കഥ ഒരു തലവാചകത്തിൽ നിന്നാണ് എഴുതി തുടങ്ങുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കാം. ഞാനിങ്ങനെയാണ് എഴുതി പോകുന്നത്. പലപ്പോഴും ചില ഇപ്പോൾ ചെറുകഥകൾ എഴുതാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ യാത്രയിലൊക്കെ എന്തെങ്കിലും ഒരു കാഴ്ച കാണും. ആ കാഴ്ച കാണുമ്പോൾ ആ കാഴ്ചയിൽ നിന്നൊരു കഥയുണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വാർത്തകളിൽ നിന്നൊരു കഥയുണ്ടാവുന്നുണ്ട്. പക്ഷേ ആ കഥയൊന്നും ഞാൻ ചിലപ്പോൾ എഴുതി പൂർത്തീകരിക്കണമെന്നില്ല. എഴുതാൻ തോന്നും, നമ്മളെ പ്രേരിപ്പിക്കും. ചുറ്റുപാടും കാണുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ഒരു സുഹൃത്ത് എപ്പോഴും പറയും, എഴുത്തുകാരെപ്പോഴും നമ്മളിങ്ങനെ ചുറ്റുപാടും ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കും എന്നറിയും. അങ്ങനെ വീക്ഷിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കഥകൾ നമ്മൾക്ക് കാണാൻ കഴിയും. ഒരു മെട്രോ സ്റ്റേഷനിൽ നിന്നാൽ മതി, അവിടെ വരുന്ന മനുഷ്യരുടെ ഒരുപാട് കഥകൾ നമ്മൾക്ക് കാണാൻ കഴിയും. ഒരു മനുഷ്യനെ നോക്കിയിരുന്നാൽ തന്നെ അവിടെ ഒരു കഥ ജനിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ കഥകളെല്ലാം ഞാൻ എഴുതി അവസാനിപ്പിക്കുന്നില്ല. ഒരായുസ്സിൽ നമ്മൾ മനസ്സിൽ കൊണ്ടുനടക്കുന്ന കഥകളിൽ ഒരു ചെറിയ ഭാഗം മാത്രമേ നമ്മൾ എഴുതി പൂർത്തീകരിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എഴുതി പൂർത്തിയാക്കുന്നത് നിങ്ങളിലേക്ക് എത്തുന്നു, വായിക്കപ്പെടുന്നു. ജിസ്മ പറഞ്ഞൊരു വാചകത്തിൽ നിന്ന് തുടങ്ങാം. ഞാൻ ഒരു മനുഷ്യനെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒരു വിഭാഗം ആൾക്കാരെയും വേദനിപ്പിക്കാൻ എൻ്റെ എഴുത്തുകളിലൂടെ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഒരു ഒരു റൈറ്റർ എന്ന നിലയിൽ എന്തായാലും നമുക്ക് ചെറിയൊരു റെസ്പോൺസിബിലിറ്റി, കുറേ ആൾക്കാർക്ക് വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. എന്തായാലും ചെറിയൊരു രീതിയിൽ നമുക്ക് സമൂഹത്തിനോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. വിഷ്ണുവിന് അതറിയാലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്നത് മീരയുടെ എഴുത്തുകളാണ്. മീരയുടെ എഴുത്തുകളിലോട്ട് വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ വിഭാഗത്തെ എപ്പോഴും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് മീരയുടെ എഴുത്തുകൾ വായിക്കുന്ന എല്ലാവർക്കും അറിയാം. ഒരു പെർട്ടിക്കുലർ വിഭാഗത്തിനെ എന്നും വേദനിപ്പിച്ചു കൊണ്ടേയിരിക്കും. കാരണം ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഫാൻ ബേസ് ഉള്ള മീരയുടെ എഴുത്തുകളിൽ ഒരു ഇൻസ്പിറേഷനാണ് മീര എന്ന് പറയുന്നത്. KR മീര എന്ന് പറയുന്നത് പല പെൺകുട്ടികൾക്കും അവരൊരു ഇൻസ്പിറേഷനാണ്. ഇപ്പോൾ ലാസ്റ്റ് അവരുടെ കാഫെസ്റ്റിൽ അവരൊരു പബ്ലിക് വേദിയിൽ വന്ന് പറയുന്നുണ്ട്, ഞാൻ വിവാഹം കഴിച്ചത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്, വിവാഹം ആരും കഴിക്കരുത്, വിവാഹം നമ്മുടെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയും എല്ലാം അടച്ചുപൂട്ടും. അതേപോലെ തന്നെ സെയിം ടൈം അവർ ഈ വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇരിക്കുകയാണ് ഈ ഒരു സംഭവം പറയുന്നത്. അതിനർത്ഥം അവരുടെ ജീവിതത്തിൽ നിന്ന് പറയുന്നതല്ല എന്ന് ഉറപ്പാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊടുക്കുകയാണ്. ഇതൊരു റോങ് കാര്യമാണ്. മീരയുടെ ബുക്കുകളിൽ ആണുങ്ങളൊക്കെ വില്ലന്മാരാണ്. അത് എത്രത്തോളം വേദനിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം വേദനിപ്പിക്കുന്ന രീതിയിലോട്ടാണ് ദിനംപ്രതി മാറിക്കൊണ്ടിരിക്കുന്നത്. പല പുസ്തകങ്ങളും അവസാനമായപ്പോഴേക്കും ഞാൻ നിർത്തിയിട്ടൊക്കെ പോയിട്ടുണ്ട്. കാരണം നമുക്ക് തന്നെ ഒരു വിഷമമാവും. അവരവരുടെ സെൽഫ് പോർട്രേ ചെയ്യുന്നത് ഐ എം ഫെമിനിസ്റ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഐ എം സ്ട്രോങ് ഫെമിനിസ്റ്റ്. ഓക്കെ, അപ്പോൾ ബട്ട് ഞാൻ ഒരിക്കലും ഒരു മെൻ ഹേറ്റർ അല്ല. അവർ എങ്ങനെയാണ് ഒരു ഫെമിനിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ വളച്ചൊടിച്ച് അത് മെൻ ഹേറ്റേഴ്സായിട്ട് ഇന്നത്തെ സമൂഹത്തിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ്, ഒരു പോയിസൺ വളർന്നു വരുന്ന തലമുറയ്ക്ക് കൊടുക്കുന്നത്, ഇതിനെക്കുറിച്ച് വിഷ്ണുവിന് എന്താ പറയാനുള്ളത്? ജിസ്മ ആരെയും വേദനിപ്പിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത് പ്രണയത്തിൻ്റെ എഴുത്തിൽ ആരെയും വേദനിപ്പിക്കാൻ താല്പര്യമില്ലെന്നാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അത് തുടങ്ങിയിട്ട് അങ്ങ് പാന്ന് വിചാരിക്കുന്നു അല്ലേ. ഈ പ്രണയ എഴുത്തിനകത്ത് ആൾക്കാർ വേദനിക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാര്യം വേദന ഇല്ലാതൊരു പ്രണയമില്ല. പ്രണയം വേദനയാണ്. കാര്യം വെറുതെ നമ്മളിങ്ങനെ വളരെ ഭയങ്കര കാൽപ്പനികമായിട്ടൊക്കെ പറയാം, പ്രണയം അനശ്വരതയാണ്, പ്രണയം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു, വിശാലതയിലേക്ക് നമ്മളെ ഉയർത്തിവിടുന്നു എന്നൊക്കെ പറയുമെങ്കിൽ കൂടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അന്യോന്യം തെറികൾ വിളിക്കത്തും അന്യോന്യം ഫോൺ ബ്ലോക്കിലേക്ക് തള്ളിയിട്ടിട്ടുള്ളതും ദിവസങ്ങളോളം മിണ്ടാതിരുന്നിട്ടുള്ളതും ഒക്കെ ആ പ്രണയം തന്നെയാണ്. നമ്മൾ മറ്റേതൊരു മനുഷ്യനും
കണ്ടുപിടിക്കാൻ കഴിയാത്ത നമ്മുടെ വളരെ വിരൂപമായ മുഖങ്ങൾ കണ്ടുള്ളത് നമ്മൾ പ്രണയങ്ങൾ തന്നെയായിരിക്കും. അപ്പം പ്രണയം കുറച്ച് വേദനാജനകമാണ്, പക്ഷേ അത് എഴുതുമ്പം അതിനെ ഭയങ്കര രസമായിട്ട് തോന്നും. അത് സത്യമാണ്. കെ.ആർ. മീരയുടെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ ഞാൻ കെ.ആർ. മീരയുടെ എല്ലാ പുസ്തകങ്ങളും, അവരെഴുതിയ എല്ലാ പുസ്തകങ്ങളും വായിച്ച ഒരു വ്യക്തിയാണ്. കാര്യം കെ.ആർ. മീരയായിട്ട് എനിക്കൊരു അവരുടെ പുസ്തകങ്ങളുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ഉള്ളൊരു വ്യക്തിയാണ്. കാര്യം എൻ്റെ ക്യാമ്പസിൽ എൻ്റെ അധ്യാപിക എനിക്ക് എല്ലാ ബർത്ത്ഡേയ്ക്കും ഗിഫ്റ്റ് ചെയ്തിരുന്ന പുസ്തകങ്ങൾ കെ.ആർ. മീരയുടെ പുസ്തകമായിരുന്നു. ആതിര എന്നൊരു ടീച്ചറാണ്. അപ്പോൾ അതിലൂടെയാണ് കെ.ആർ. മീര എന്ന എഴുത്തുകാരി എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ വായനാ ജീവിതത്തിൽ കടന്നു വരുന്നത്. എൻ്റെ ഫോണിൽ ആദ്യമായി സേവ് ചെയ്യപ്പെട്ട സെലിബ്രിറ്റിയുടെ നമ്പർ കൂടിയാണ് കെ.ആർ. മീര. അത് എൻ്റെ ടീച്ചറാണ് എനിക്കത് തന്നത്. ടീച്ചർ അന്ന് ഞാൻ കോളേജിൽ നിന്ന് ഫൈനൽ ഇയർ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് കെ.ആർ. മീരയുടെ നമ്പറാണ്, നിനക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരിക്കൽ അവരെ വിളിക്കാൻ അവസരം കിട്ടിയാൽ അന്ന് വിളിക്കണം. അന്ന് ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കെ.ആർ. മീരയെ നേരിട്ട് കാണുന്നത്. അന്ന് കെ.ആർ. മീരയോടൊപ്പം എനിക്ക് സംസാരിക്കാൻ പറ്റി. അന്നും ഞാൻ എൻ്റെ നമ്പറുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അതിനും വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മെസ്സേജ് ആദ്യമായിട്ട് അയച്ചാൽ ഞാൻ പാകപ്പെടണം ആ സമയത്തേക്കെന്നുള്ളതാണ്. പിന്നെ എഴുത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കെ.ആർ. മീരയുടെ ഫെമിനിസം ആശയങ്ങൾ എത്രമാത്രമാണ് പുതുതലമുറയിൽ ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നതാണ് അഫീഫ നരേറ്റ് ചെയ്യപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. നോക്കുക അഫീഫ, ഈ കെ.ആർ. മീരയുടെ ഈ പറയുന്ന മീര സാധു, ബാക്കിയുള്ള ചെറുകഥകൾ, കണക്കൻ ആരാച്ചാര്, കലാച്ചി, ഘാതകൻ, അങ്ങനെ ഈ പറയുന്ന സൂര്യനെ അണിഞ്ഞ സ്ത്രീയൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നോവലാണ്. ഇസബല്ല എന്ന കഥാപാത്രത്തെയൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. അതിനെ ഏത് രീതിയിലാണ് ഒരു ഖബർ, അത് ഞാൻ കെ.ആർ. മീര വായിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു പുസ്തകങ്ങളിലൊന്നാണ് ഖബറിൻ്റെ അവസാന ഘട്ടം. അതിന് കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടി ഖബർ എനിക്ക് ആ ഘാതകനും ഖബറിനിടയ്ക്കുള്ള ദൂരമൊക്കെ എന്നെ ഒരു വായനക്കാരൻ എന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ കെ.ആർ. മീര ഇപ്പം ഈ ഒരു സമയത്ത് കെ.ആർ. മീര എങ്ങനെ വരുന്നു വെച്ചപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് കെ.ആർ. മീര ഒരു ചോദ്യമായിട്ട് വരുന്നത്. കെ.ആർ. മീരയുടെ എഴുത്തുകളെക്കുറിച്ച് അല്ലെങ്കിൽ അതിനകത്ത് പോർട്രേറ്റ് ചെയ്യപ്പെട്ട പുരുഷന്മാരെക്കുറിച്ച് എനിക്ക് നോക്കി ഞാനതിന് ഇങ്ങനെ കാണാൻ എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നു. എനിക്ക് കെ.ആർ. മീര എന്നൊരു എഴുത്തുകാരെ ഞാൻ ഒരു കാരണവശാലും മലയാള സാഹിത്യത്തിൽ മാറി നിൽക്കേണ്ട, അല്ലെങ്കിൽ അവർ വിമർശിക്കപ്പെടണം. പക്ഷേ ഈ ഒരു ആംഗിളിൽ വിമർശിക്കപ്പെടണം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നോക്കിയേ, നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ മലയാള സാഹിത്യം എടുത്താൽ എത്ര എണ്ണമിട്ട എഴുത്തുകാരികളുണ്ട്. പുരുഷന്മാരുടെ ആധിപത്യം അങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നൊരു മേഖലയാണ് മലയാള സാഹിത്യം എന്ന് പറയുന്നത്. അത് കാലങ്ങളായിട്ട്, അത് മലയാള സാഹിത്യം ആരംഭിച്ചത് മുതൽ ഇന്ന് ഈ 2026 വരെയുള്ള കാലഘട്ടത്തിൽ പുരുഷന്മാർ ആധിപത്യം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന മേഖലയാണ് മലയാള സാഹിത്യം എന്ന് പറയുന്നത്. അവിടെ ഈ പറയുന്ന കെ.ആർ. മീര അവരുണ്ടാക്കിയൊരു സ്പേസ് ഉണ്ട്. അവരുടെ കഥകൾ വായിക്കപ്പെടുന്ന പെൺകുട്ടികൾ ആ രീതിയിൽ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിക്കുക. നമ്മുടെ ഈ കുടുംബ പശ്ചാത്തലം, ഇപ്പം അഫീഫ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് നിന്നുകൊണ്ട് കല്യാണം കഴിക്കരുത്, നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു കണ്ടീഷൻ. എപ്പോഴും ആ സിസ്റ്റത്തിനകത്തേക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാൻ പാടില്ലെന്ന് വിമർശിക്കാനുള്ള അവകാശമുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തിനകത്ത് നിന്ന് മീര പറയുന്നുണ്ട് കല്യാണം കഴിക്കരുതെന്ന്. മീര സാധാരണ ഒരു സ്ത്രീയല്ല. അവർ ആ ജീവിതത്തിൽ സന്തോഷമല്ലെങ്കിൽ, സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ, അത് റോങ് ഡിസിഷൻ ആണെങ്കിൽ തിരുത്താനും അവർക്ക് അവസരങ്ങളുണ്ട്. അപ്പം അതിനവർ തയ്യാറല്ല. അത് തയ്യാറാവണമെന്നല്ല പറയുന്നത്. പക്ഷെ അവരതിൽ ഹാപ്പി ആയിട്ട് മറ്റുള്ളവരിലോട്ട് അങ്ങനെ ഒരു പോയിസൺ ഇഞ്ചെക്ട് ചെയ്യുന്നത് ശരിയാണോ എന്നതാണ്. കെ.ആർ. മീര അങ്ങനല്ല സ്റ്റേറ്റ്മെന്റ്, അല്ല, അവരുടെ അവസാനത്തെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവർ തന്നെ വന്ന് പറഞ്ഞതാ. ഞാൻ അവിടെ നേരിട്ടുണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു ആ വേദിയിൽ. അപ്പം കെ.ആർ. മീര പറഞ്ഞത് എന്താണ്, കല്യാണം കഴിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. കല്യാണം കഴിക്കുന്നത് ആവശ്യം വേണമെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി, ആ ഒരു നരേറ്റിലാണ്. ആവശ്യമില്ല കല്യാണം, ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ കല്യാണം ആവശ്യമില്ല, നിങ്ങൾ കല്യാണം കഴിക്കരുത് എന്ന സ്റ്റേറ്റ്മെന്റ്. 2026 ഒരു സമൂഹത്തെ നോക്കിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇനി നമുക്ക് ജീവിക്കാം എന്നുള്ള കണ്ടീഷനുള്ള എനിക്കതിനകത്ത് കെ.ആർ. മീരയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നതല്ല പറഞ്ഞാൽ. അതിൻ്റെ കാര്യമൊന്നുമില്ല. ഒരു മനുഷ്യനെ അവൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ, അവന് വായിക്കാൻ കഴിയുന്ന അവസ്ഥ, സമ്പാദിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ, അവന് ലോകം കാണാൻ താല്പര്യമുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ, വിവാഹം എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു സാമൂഹിക ഉടമ്പടി പ്രകാരം ഉണ്ടാക്കിയൊരു സാധനമാണ്. അതിൽ കുറേയധികം കൊടുക്കൽ വാങ്ങലുകൾ, അവിടെ ഈക്വൽ റെസ്പെക്റ്റ് അല്ലെങ്കിൽ ആണിനും പെണ്ണിനും തുല്യമായ അവകാശ സംവിധാനമുള്ളൊരു സാധനമാണ് ഫാമിലി എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്റെ ക്വസ്റ്റ്യൻ വിഷ്ണുവിന് മനസ്സിലായില്ല. ഇത്രയേ ഉള്ളൂ. കെ.ആർ. മീരയെ പോലെ ഒരാള് പെൺകുട്ടികളോട് പറയുന്നു നിങ്ങൾ ഇനി കല്യാണം കഴിക്കാൻ പാടില്ല, കെ.ആർ. മീര വിവാഹം കഴിച്ചെന്ന് വെച്ചാൽ നമുക്കൊരു എഴുത്തുകാരി എന്ന നിലയിൽ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും നെഗറ്റീവ്ലി ഒരു സമൂഹത്തെ ബാധിക്കാൻ പാടില്ല. ഇപ്പൊ ജിസ്മ പറഞ്ഞ പോലെ എൻ്റെ ഒരു പുസ്തകവും എൻ്റെ പ്രണയവും മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പാടില്ല. അപ്പോൾ പ്യുവർലി ആണുങ്ങളെ എതിർത്ത് എഴുതുന്നുണ്ട്, അത് ഓക്കെ. പക്ഷേ
ഒരു സമൂഹത്തിന് കംപ്ലീറ്റ് ആയിട്ട് ഒരു റോങ് ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത്, പോയിസൺ ആണ് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ പലപ്പോഴും ബുക്സിലല്ല ഞാൻ പറയുന്നത്, നമ്മൾക്ക് ചിലപ്പോൾ ഫിക്ഷനാണ് നമ്മൾ വായിക്കുന്നത്, അതിലൂടെ ചിലപ്പോൾ നമുക്ക് പലതും വായിക്കാൻ പറ്റും. പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട്, ഒരു വേദിയിൽ വന്നിട്ട് നമ്മളിങ്ങനെ പറയുന്നതും ബുക്സിൽ വായിക്കുന്നതും രണ്ടാണ്. ബുക്കിൽ എഴുതുന്ന കാര്യങ്ങൾ, ലോകത്തെ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള വ്യക്തികൾ ആരാന്ന് വെച്ചാൽ റൈറ്റേഴ്സാണ്. അവർക്ക് ചിരിച്ചുകൊണ്ട് കരയാനും പറ്റും എഴുത്തിലൂടെ, അതേപോലെ കരഞ്ഞുകൊണ്ട് അടിപൊളിയായിട്ട് പ്രണയിക്കാനും പറ്റും എഴുത്തിലൂടെ, അല്ലേ? നമ്മളൊക്കെ എഴുതുന്ന ആൾക്കാരാണ്. വിഷ്ണുവിൻ്റെ പല കൃതികളും ഞാൻ വായിക്കുന്നതാണ്, പല പ്രണയങ്ങളും പലതരത്തിലുള്ള പ്രണയങ്ങളും. അപ്പം നമുക്ക് എഴുത്തിന് നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്, ഫിക്ഷന്. പക്ഷെ നമ്മളൊരു ആസ് എ റൈറ്റർ നമുക്കൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ നെഗറ്റീവ്ലി ഒരിക്കലും ഇൻസ്പയർഡ് ആവരുത് നമ്മുടെ പൊതുസമൂഹത്തിന്. അപ്പോൾ എൻ്റെ ചോദ്യം ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഈ വന്ന കാലത്ത് നിങ്ങൾക്ക് വിവാഹം ആവശ്യമില്ല എന്ന് പറയുന്നത് തെറ്റാണെന്നാണ് അതിൻ്റെ ഒരു ആകത്തുക. കുട്ടികൾ അതിനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിൽ അതിനെ ഇൻഫ്ലുവൻസ്ഡ് ആവും. അല്ല, അതായത് വിവാഹം കഴിക്കാനുള്ളതും കഴിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം വ്യക്തിപരമാണ്. അത് നമ്മൾ ഒരിക്കലും മറ്റുള്ള ആൾക്കാർ അത് ഇഞ്ചെക്ട് ചെയ്യരുത്, അത് കഴിക്കാൻ ഇഞ്ചെക്ട് ചെയ്യരുത്. ഒരു പോയിസൺ നമുക്ക് കഴിക്കാതിരിക്കാൻ, അത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അതാണ് എൻ്റെ അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ വ്യക്തിപരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ തീർന്നില്ല പ്രശ്നം. നോക്കിക്കേ, നമ്മുടെ നാട്ടിൽ ഇത്രയും മതഗ്രന്ഥങ്ങളുണ്ട്, ഭഗവത്ഗീതയുണ്ട്, ഖുറാനുണ്ട്, ബൈബിളുണ്ട്. എല്ലാവരും പറയുന്നത് സ്നേഹിക്ക്, മറ്റുള്ളവനെ നോവിക്കാതിരിക്കൂ, മറ്റുള്ള അസൂയ കാണിക്കാതിരിക്കും, നീ ഉണ്ടില്ലെങ്കിൽ അടുത്തവനെ ഊട്ടു, ലോകാ സമസ്ത സുഗുണ ഭവന്തു. ആര് കേൾക്കുന്നു? ഒരു മനുഷ്യനും കേൾക്കുന്നില്ല ഒന്നും. ഇത് കേൾക്കുന്ന അവനവൻ്റെ, ഇപ്പം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞു. ഇപ്പം മനുഷ്യന്മാർ വിഷ്ണു പറഞ്ഞു വരുന്നത് മീര എന്തും പറഞ്ഞോട്ടെ, നമ്മൾ കേൾക്കാൻ പോകണം. ആവശ്യമുള്ളവർ കേട്ടാൽ മതി. അത് ആവശ്യമുള്ളവർക്ക് കേൾക്കാൻ ആവശ്യമുള്ള. ഇപ്പം അഫീഫയ്ക്ക് അതിന് എതിരഭിപ്രായം മതി, അഫീഫ് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു. അപ്പോൾ വേറെ എക്സോർവേ വേറൊരാൾക്ക് അതിനെ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യം എന്നൊരു സാധനമുണ്ട്. അപ്പം നമ്മളൊരു കോണ്ടന്റിനെ നമ്മളെങ്ങനെയാണ് സ്വീകരിക്കുന്നത്. ഇപ്പം ഈ ഇടയ്ക്ക് കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ബ്രെയിൻ റോട്ട് എന്നൊരു വാക്ക്. അഫീഫ കേട്ടാണ്. അത് നമ്മളെ കഴിഞ്ഞ 2025 ഇയർ ഓഫ് ദ വേർഡായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വാക്കാണ് ബ്രെയിൻ റോട്ട് എന്ന വാക്ക്. നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ കണ്ട് നമ്മുടെ തലച്ചോറ് ചത്തുപോകുന്നൊരവസ്ഥ, ആവശ്യമില്ലാത്ത കണ്ടന്റുകൾ ചേർന്നൊരവസ്ഥയാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. ഒരു പുതിയ വാക്കാണ്. അതേ അവസ്ഥയാണിത്. നമുക്ക് ഒരു സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റീൽസുകൾ വന്നുകൊണ്ടിരിക്കും. നമ്മളിത് ആവശ്യമുള്ളതും ഇല്ലാത്തതെല്ലാം ചെയ്തിട്ട് നമ്മുടെ ഒരു പൊതുജനാഭിപ്രായം ആ റീൽസ് ഉപയോഗിച്ച് കഴിയും. ഇത് ആവശ്യമുള്ളവർ മാത്രം സ്വീകരിച്ചാൽ മതി. ഇപ്പം കേരളത്തിൽ ഇപ്പോൾ എത്ര കോടി ആൾക്കാരാണ്? 3.25-4 കോടി ആൾക്കാർ കാണും. അതിനകത്ത് എത്രയോ ചെറിയൊരു വിഭാഗം എന്നറിയും നമ്മൾ ഈ പറയുന്നൊരു ഒരു സംവിധാനത്തിൽ മാത്രം കറങ്ങുന്നത്. അതിന് പുറത്ത് ജീവിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്, ഇതിനകത്തൊന്നും ഇടപെടാത്ത കുറേ മനുഷ്യന്മാരുണ്ട്. ആവശ്യമുള്ളവർ മാത്രം കടന്നെടുത്താൽ KR മീര ചിലപ്പോൾ നാളെ പറയുമായിരിക്കാം, മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമായിരിക്കാം, ഇത് വീണ്ടും ആവർത്തിക്കപ്പെടുമായിരിക്കും. അപ്പം KR മീരയെ അത്രമാത്രം ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ആളുകൾ KR മീരയല്ല, KR മീരയെ പോലെ പറയുന്ന മറ്റൊരാൾ പറഞ്ഞാലും അത് ഇൻഫ്ലുവൻസ്ഡ് ആവും. ഇതിപ്പം അഫീഫയ്ക്ക് ആ ഒരു ചിന്തയുള്ളപ്പോൾ അഫീഫ് ഒരിക്കലും അത് എന്ത് ചെയ്യത്തില്ല, ഇൻഫ്ലുവൻസ് അതിൽ അഫീഫ വിയോജിപ്പ് പറയും. ആ വിയോജിപ്പ് ഒരു സൗന്ദര്യമാണ്. കാര്യം അങ്ങനെയും പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയും കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നവരാണ്. KR മീരയെ മാത്രം ചിന്തിക്കുന്ന ആൾക്കാരല്ലോ. അഫീഫ പറയുന്നതിനെ ചിന്തിക്കുന്ന ആൾക്കാർ കാണും, ജിസ്മയെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ കാണും. അങ്ങനെ പല ആൾക്കാരോട് ചേരുന്ന അഭിപ്രായ രൂപീകരണമാണ്, അതിനകത്താണ് സൗന്ദര്യം ഇരിക്കുന്നത്. KR മീര പറയുന്നതിനെ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കേൾക്കത്തുള്ളൂ. ഇപ്പോൾ KR മീര നാളെ വന്ന് പറയുകയാണ് ആണെഴുത്തുകാരന്മാരെല്ലാം വളരെ മോശമാണ്, മലയാളത്തിൽ ആണെഴുത്തുകാർ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എനിക്ക് വിയോജിപ്പ് കാണും. കാര്യം ആണെഴുത്തുകാർ വേണ്ടേ. എന്നാൽ തിരിച്ചു പറയുമ്പം ഈ പറയുന്ന ആണെഴുത്തുകാർ ഇഷ്ടം പോലെ മലയാള സാഹിത്യത്തിലുണ്ട്. അപ്പം എല്ലാത്തിനെയും സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. ഈ പറയുന്ന മൊത്തവും ആൾക്കാരുടെ അഭിപ്രായത്തിന് മറുപടി വരേണ്ട ആവശ്യവും എന്നെ സംബന്ധിച്ചില്ല. എനിക്കത് വളരെയധികം എനിക്ക് തോന്നണം അത് ഇന്ന മേഖലയ്ക്കുള്ളതാണ്, അല്ലെങ്കിൽ അത് KR മീര പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഞാൻ എടുക്കാറൊന്നുമില്ല. എന്ന് വെച്ചാൽ ഞാൻ മാസ്റ്ററായിട്ട് കാണുന്നത്, എൻ്റെ മാസ്റ്റർ ലെവലിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ എൻ്റെ നെറേറ്റീവിനെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആൾക്കാരിൽ ഒരാൾ തന്നെയാണ് KR മീര. ഒരു അഭിപ്രായ വ്യത്യാസമില്ല കാര്യത്തിന്. അത് കാര്യം ഞാൻ ഈ പറയുന്ന മീരാ സാധുവൊക്കെ വായിച്ചിട്ട് എനിക്ക് അതിൻ്റെ നരേഷൻ, അതിൻ്റെ ആ ഒരു എഴുത്തിൻ്റെ രീതിയൊക്കെ എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ പുസ്തകങ്ങളാണ് ഈ പറയുന്ന പുസ്തകങ്ങൾ. അപ്പം അങ്ങനെ അവരെഴുതിയ ഫിക്ഷൻ ലെവലിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നൊരു മനുഷ്യനാണ്. പക്ഷേ ആ ഫിക്ഷൻ വെച്ചിട്ട് അവർ പറയുന്ന പൊതുയിടത്തിൽ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളും ഞാൻ സ്വീകരിക്കണമെന്ന് KR മീരയും പറയുന്നില്ല, അതിൻ്റെ ബേർഡൻ ഞാനും എടുക്കാറില്ല. KR മീരയുടെ പൊതു സദസ്സിൽ പറയുന്ന വാക്കുകൾ, അതിൻ്റെ ഓഡിറ്റിങ്ങും അതിൻ്റെ ഉത്തരവാദിത്വം എല്ലാം KR മീരയ്ക്കുള്ളതാണ്. അതിൽ എത്രമാത്രം കാര്യങ്ങളെ ഞാൻ KR മീരയുടെ ഇൻ്റർവ്യൂസൊക്കെ കാണും. KR മീര നല്ല ഒട്ടുവകപ്പെട്ട എല്ലാവരുടെയും ഇൻ്റർവ്യൂസ് ഞാൻ കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് ഒരഭിപ്രായം ഈ ഇന്ന സമൂഹത്തെ അറ്റാക്ക് ചെയ്യപ്പെടുന്നതാണെന്ന് ചോദിച്ചാൽ പിന്നെ ഒരു കാര്യമുണ്ട്. ഇനി വരാൻ പോകുന്നൊരു കാലഘട്ടം എനിക്ക് തോന്നുന്നില്ല. ഞാൻ അധ്യാപകനായതുകൊണ്ട് കൂടി തന്നെ പറയുകയാണ്, ഇനി വരാൻ പോകുന്നൊരു 10 വർഷം കഴിയുമ്പം കുട്ടികൾ നമ്മൾ ഈ പറയുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഇൻവെർട്ടർ കോമി പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി എന്ന് പറയുന്ന
ഒരു 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 ചട്ടക്കൂടിനകത്ത് നിൽക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാര്യം കുട്ടികൾ കുറച്ചും കൂടെ ഫ്രീ ആയി തുടങ്ങിയിട്ടുണ്ട്. അവരുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അവർ ഒരു ടീനേജോട് കൂടി തന്നെ അവരുടെ ഒരു എന്ത് പറയുന്ന ഒരു 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 കൾച്ചറൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അവർ കുറച്ചുകൂടെ വൈഡായിട്ട് കാര്യങ്ങളെ കാണുന്നുണ്ട്. ഒരു ഇപ്പം ഞങ്ങളെ സ്കൂളിലൊക്കെ ഉള്ള അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ആളുകൾ വരെ സൗഹൃദം സൂക്ഷിക്കുകയും അത് വഴി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്യുന്ന കുട്ടികൾ ഞങ്ങളുടെ സ്കൂളിലുണ്ട്. അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പം ഇനി വരാൻ പോകുന്നൊരു കാലത്ത് നമ്മൾ ഈ പറയുന്ന എന്ത് പറയുന്നത് പൂമുഖവാതിക്കൽ സ്നേഹം വിതറുന്ന പൂന്തിങ്കളാവുന്ന ഭാര്യ എന്നുള്ള കൺസെപ്റ്റൊക്കെ എടുത്ത് അറബിക്കടലിൽ കൊണ്ട് കളയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യം പോകുന്നത്. കുട്ടികളൊന്നും അങ്ങനെയൊന്നും നിൽക്കുന്ന ഒരു അവസ്ഥയൊന്നുമല്ല. കാര്യം അവർ ഇപ്പം നോക്കിക്കോണം, ഒരു 6 വർഷം കഴിയുമ്പോൾ 18-19 വയസ്സാകും കുട്ടികൾ ഏൺ ചെയ്ത് തുടങ്ങും. അവർ 22-23 വയസ്സാകുമ്പോൾ അവരുടെ ലൈഫ് കണ്ടെത്തും. അതിനുശേഷം അവർ ട്രാവൽ ചെയ്യാൻ ആരംഭിക്കും. ട്രാവൽ ചെയ്യാൻ ആരംഭിക്കും. നമ്മളപ്പോഴും ഇരുന്ന് ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരും ഇവരൊക്കെ ഏത് ലോകത്തേക്കാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മളും അഫീഫയും ഞാനും എല്ലാം നമ്മുടെയൊക്കെ വാർദ്ധക്യം ഒരുപക്ഷെ കുഞ്ഞുങ്ങളോടൊപ്പം നമ്മുടെ ഫാമിലിയോടൊപ്പം നമ്മളൊക്കെ ആ സമയത്ത് നമ്മളും കുറച്ചുകൂടെ വിശാലമാവും. നമ്മൾ ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിലോ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് റൂമൊക്കെ എടുത്ത് നമ്മൾ കടൽക്കരയിലേക്ക് ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടിരുന്ന് ആ കുട്ടികളുടെ യാത്ര കണ്ട് അന്ന് ഞങ്ങളിങ്ങനെ ഒരു ഫ്ലോറിലിരുന്ന് ഞങ്ങൾ 3 പേരും കൂടെ സ്വപ്നം കണ്ടതല്ലേ ഈ സംഭവിക്കുന്നുള്ള കാഴ്ചപ്പാടിലൊക്കെ ഇരിക്കേണ്ടി വരും. അതൊക്കെ ഉള്ളൂ. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഒരു വിമർശനമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല.